Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇപ്പോൾ ഭയങ്കര അവധിയൊക്കെ നടക്കുക, പക്ഷേ ഈ അവധി അങ്ങോട്ട് ആസ്വദിക്കാൻ ഒക്കുന്നില്ല. എന്നാ ചൂടാ അല്ലേ? ഈ ചൂട് സമയത്ത് ആന്നേൽ സത്യം പറഞ്ഞാൽ നമ്മൾ അമ്മമാര് ഒക്കെ ആന്നേൽ അടുക്കളയിൽ കയറാൻ പോലും ഒരു ഇച്ചിരി മടി പിടിക്കുന്ന നേരവാ. ഒന്നെങ്കിൽ കാലത്തെ മുഴുവൻ അങ്ങ് ജോലി തീർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, അല്ലെന്നുണ്ടെങ്കിൽ ഉച്ചക്കത്തേക്കൊക്കെ ചൂടാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. എല്ലാം ഉണ്ടല്ലോ, ചൂടത്ത് നമ്മൾ തന്നെ അങ്ങ് തളർന്നു പോവേ. അന്നേരം നമുക്ക് എന്നേതേലും ഒന്ന് സ്പെഷ്യലായിട്ട് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് വെച്ചാൽ തന്നെയും ഇല്ലേ, നമ്മളങ്ങ് വേണ്ട എന്നാ ഇത് നമ്മളങ്ങ് ടയേർഡ് ആവുന്നുണ്ട്, അല്ലാതെ മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇച്ചിരി ഒന്ന് എന്നാ പറയുക ഒരു എളുപ്പമാക്കാമെന്ന് വിചാരിച്ചു. അമ്മമാരെയൊക്കെ കൂടുതൽ കൺസിഡർ ചെയ്യണ്ടേ. പിന്നെ അന്നേരം ഒരു കാര്യമുണ്ട്, ഈ എളുപ്പമാക്കാന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. എളുപ്പം എന്ന് പറഞ്ഞാൽ ചിലർക്ക് അന്നേരം ഒരു ഡിഷ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഡിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു എന്നാ പറയുക ഒരു ഡിന്നറിനൊക്കെ എടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ഡിഷാണ് ചെയ്യുന്നത്. അത് നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ചെയ്യാൻ പോകുന്ന ഡിഷിൻ്റെ പേരാന്നു നോക്കുമെന്ന് ചോദിച്ചാൽ ടു ആൻ എക്സ്റ്റെൻഡ് അത് എടുക്കാൻ നോക്കുവേ. ഓട്സ് വെച്ചിട്ട് ഞാൻ ഒരു ഡെസേർട്ട് പോലെ ഒന്ന് ചെയ്യാൻ പോവാ. അത് ശരിക്കും ഞാൻ ഒരുപാട് ഫ്ലേവേഴ്സ് ഓഫ് ഐസ്ക്രീംസ് കഴിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടേക്കുന്ന ഫ്ലേവേഴ്സ് ബെസ്റ്റായിട്ട് വന്നിരിക്കുന്ന മെറി ബോയുടെ റാസ്ബെറിയുടെ ഐസ്ക്രീം നല്ലതാണ്. അത് വെച്ച് കഴിക്കുവാന്നേലും അല്ലെങ്കിൽ നമ്മളൊരു ഗസ്റ്റ് വരുമ്പോഴൊക്കെ കൊടുക്കുമ്പോൾ ദ കോമ്പിനേഷൻ ഇസ് സൂപ്പർ. അത് ശരിക്കും അതിൻ്റെ പേര് എന്നാന്ന് വെച്ചാൽ ഓട്ട് ബാർ മീൽ എന്നതിൻ്റെ ഉണ്ടാക്കാൻ പോകുന്ന ചെയ്യാം. സിലോൺ ചിക്കന് ഒത്തിരി പരിപാടിയൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചേ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ. അല്ല സിലോണിൽ കിട്ടുന്ന ഇന്ന ഹേർബെന്നോ അല്ല ഇന്ന സ്പൈസെന്നോ ഒന്നും ഒരിക്കലും ആനീസ് കിച്ചണിൽ പറയുകയല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എന്നാന്ന് വെച്ചാൽ അത് വെച്ചേച്ചാൽ അന്ന് നമ്മൾ ഇവിടെ സിലോൺ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാൽ പിന്നെ എഴുതിയെടുത്തു എന്നാക്കിയാണ് വേണ്ടിയെന്നുള്ളത്. ഇതിനകത്ത് നമുക്ക് കുക്കിംഗ് ഓയിലാണ് വേണ്ടത്, അതായത് എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി കടുക്, പിന്നെ ഒരു ഇച്ചിരി ജീരകം, ഉള്ളിയൊക്കെ കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുവാന്നേ, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ ഞാൻ പ്രത്യേകം അരിഞ്ഞു വെച്ചേക്കുക. അതല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാനാന്നേലും അത് മതി. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ചിക്കൻ ആന്നേ. ഇത് ബോൺലെസ് ആവാം, ബോൺ ഉള്ളതാവാം, ഏതായാലും കുഴപ്പമില്ല. പിന്നെ ആന്നേല ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, കാശ്മീരി മുളക് പൊടിയാന്നേ ഇത്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഒരു ഇച്ചിരി റെഡ് ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഗരം മസാല, ഇച്ചിരി തേങ്ങ തിരുമിയതായത്, പിന്നെ ഇച്ചിരി തേങ്ങാപ്പാൽ. ഇതിനകത്ത് പുളിയായിട്ട് ടൊമാറ്റോ അങ്ങനെ ഒന്നുമില്ല. എന്നാൽ നമ്മൾ മീനിനൊക്കെ ചേർക്കുന്ന കുടംപുളിയല്ല വാളംപുളിയാണ്, അതിൻ്റെ പേസ്റ്റ് ആക്കി വെച്ചേക്കുവാണേ. ഒരു നുള്ളു ചേർത്തേച്ചാൽ മതി അതിൻ്റെ ഒരു രുചി വരാനും വേണ്ടി. ബാക്കി പുളിക്ക് ഇച്ചിരി വിനീഗർ, പിന്നെ കുറച്ച് ഉപ്പ്. ഇത്രയും സാധനമാണു നമുക്ക് സിലോൺ ചിക്കന് വേണ്ടിയത്. സിലോൺ ചിക്കൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെരട്ടി വെക്കാനോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ നേരം പോകുന്ന എവിടാന്നറിയാമോ, ചിക്കൻ എല്ലാം നമ്മൾ ചേർക്കേണ്ട സ്പൈസസും ചേർത്ത് ചിക്കനെ ഇങ്ങനെ കോട്ട് ചെയ്ത് ചിക്കൻ വെന്ത് ആ സ്പൈസസും എല്ലാം ഒന്ന് ചേർന്ന് അതിനകത്തൊന്ന് പിടിച്ച് അങ്ങനെ ഒരു ഇച്ചിരി നേരം എടുക്കും. അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇച്ചിരി പ്രയാസം എന്ന് പറയാൻ. നമുക്ക് കറി തുടങ്ങാം. ഇതിനകത്തോട്ട് എത്ര എണ്ണ വേണമെന്നുള്ളത് ഇന്ന അളവൊന്നും ഞാൻ പറയുകയില്ല. നമുക്ക് ആ ഉള്ളി എല്ലാം വഴറ്റാനുള്ളതാണ്. അന്നേരം അതിന് കണക്കാക്കി ഒഴിച്ചു. ഒരു 2-2.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു. ഈ എണ്ണ അങ്ങോട്ട് ചൂടായി കഴിയുമ്പോഴത്തേന് ഇച്ചിരി കടുക് ഇടുക. കടുകിനൊന്നും കണക്കൊന്നുമില്ല, പക്ഷെ ഇപ്പം എണ്ണ അങ്ങോട്ട് ഒഴിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് കടുക് ഇട്ടാൽ ചിലപ്പോൾ പൊട്ടിയെന്നിരിക്കത്തില്ല, പക്ഷെ ബാക്കിയെല്ലാം ഇട്ട് വരുമ്പോഴത്തേക്ക് കടുകും പൊട്ടിക്കോളും. ഇങ്ങനെ ഇടാൻ പാടില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ എന്നാന്നറിയോ,
നമ്മളെല്ലാം പെട്ടെന്ന് ജോലി തീർക്കാൻ ഇങ്ങനെ വെപ്രാളം പിടിച്ചിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചില സമയത്ത് ചെയ്യും. കടുകിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി ജീരകം ഇട്ടേച്ചാൽ മതി. നമുക്കൊന്നും ഒത്തിരി ഒന്നും ജീരകമൊന്നും ഇറച്ചിക്ക് ചേർന്നാൽ കൊള്ളുകയല്ലേ. അന്നേരം ഈ ജീരകം വേണ്ട എന്ന് നമുക്ക് തോന്നുവാന്നു, അല്ലെങ്കിൽ ഒരു ഇച്ചിരി ജീരകം ഇടാം എന്ന് തോന്നുവാന്നേൽ ഈ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ, ഇതിപ്പോൾ സാധാ ജീരകമാണ്, നമുക്ക് കുറച്ച് പെരുംജീരകം ഇട്ടാലും മതി. കടുക് അങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഉള്ളി. ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നോളൂ. അന്നേരം ഞാൻ പറഞ്ഞതല്ലേ അതിൻ്റെ കൂട്ടത്തിൽ ആ കടുക് അങ്ങ് പൊട്ടും. അതുകൊണ്ട് നമുക്ക് അമ്മച്ചിമാരൊന്നും വഴക്ക് പറയുകയില്ല. എൻ്റെ കയ്യിൽ ഒരു ഇച്ചിരി ഇറച്ചിയേ ഉള്ളൂ. അന്നേരം ഇത് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് ചേർക്കാവേ. പക്ഷെ ഒരു കാര്യം ആലോചിച്ചോണം, ഗ്രേവിക്ക് വേണ്ടി ഉള്ളി ഒരുപാട് ചേർത്തേക്കൽ പിന്നെ മതിരിക്കും. ചിക്കനെക്കാട്ടിലും അതിൻ്റെ ഒരു ഡബിൾ ക്വാണ്ടിറ്റി അത്രയും മാത്രം മതിയാവും. ഇതൊരു നല്ല മുഴുത്ത 2 ഉള്ളി അരിഞ്ഞേക്കുന്നത്. അന്നേരം ഒത്തിരി കാണും. പിന്നെ ഉള്ളിയുടെ കണക്ക് പറയുവാണേൽ അതൊന്ന് വാടി വരുമ്പോഴത്തേന് എന്തോരം കാണും അല്ലേ, ഇച്ചിരിയല്ലേ കാണത്തുള്ളൂ. അത് കണക്കാക്കി ഇട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ചമുളക് നോക്കി ചേർക്കുക. എരിവുള്ളതാന്നേലും അത് കണക്കാക്കുക. അഥവാ ഇനിയിപ്പോൾ എരിവുള്ളതാന്നേലും അല്ലേലും നമ്മൾ അതിൻ്റെ സീഡ്സ് മൊത്തം കളയുക. അന്നേരം പിന്നെ ടെൻഷൻ ആക്കണ്ട, അധികം എരിവ് കാണുകയില്ല. ഒരു 2 പച്ചമുളകോളം ഇട്ടോളും. ഇതിനകത്തോട്ട് ഒരു 1/4 സ്പൂൺ ഇഞ്ചിയെ ചതച്ച് വെച്ചേക്കുന്നതാണെന്നെങ്കിൽ 2ഉം കൂടെ 1.5 ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ 1.5 ടീസ്പൂൺ. അതല്ലാന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ വീതം. ഇനി എന്നാന്ന് വെച്ചാൽ ഈ ഉള്ളിയുടെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഓരോ ഇൻഗ്രീഡിയൻസും നല്ലോണം വെന്ത് അതിനകത്ത് ചേർന്ന് നിർത്തേ നമുക്കിത് എടുക്കാനൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ ഇതൊരു പ്രത്യേക ഫ്ലേവറാണ്. അന്നേരം നമുക്ക് ആ രുചി അങ്ങോട്ട് പിടിക്കുകയില്ല. അതിന് ഇച്ചിരി ക്ഷമ വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വൈറ്റ് റൈസും ഈ കറി മാത്രമേ ചൂടത്ത് വെച്ചേച്ച് ഉച്ചയ്ക്ക് വിളമ്പിയാൽ മതി. കുറച്ച് കൂടുതൽ വെക്കുവാന്നേ രാത്രി ചപ്പാത്തിക്കും എടുക്കാം. ഇനി ഈ ഉള്ളി ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഇതിനകത്തോട്ട് നമുക്ക് ചിക്കൻ ഇടാവേ. ഈ ഉള്ളിയും എല്ലാം ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഉണ്ടല്ലോ ആ ചിക്കനേലോട്ടൊന്ന് നല്ലതായിട്ടൊന്ന് പിടിക്കട്ടെ. ഇതിനകത്തോട്ട് ഇനി നെക്സ്റ്റ് നമുക്ക് ഓരോ പൊടിയായിട്ട് ചേർക്കണം. ഫസ്റ്റ് വൺ ഈസ് മഞ്ഞപ്പൊടി, ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടേച്ച് അടുത്ത പൊടി ഇടാനായിട്ട് ശ്രമിക്കരുത്. നല്ലതായിട്ട് ആ മഞ്ഞപ്പൊടി ചിക്കനേലും ഉള്ളിയേലും എല്ലാം നല്ലോണം ഒന്ന് പിടിച്ചോട്ടെ. ഇത് ഹൈ ഫ്ലെയിമേ തന്നെ വെക്കണം. എന്നാന്നോ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചിക്കനേന്ന് ആ വെള്ളം അങ്ങോട്ട് ഊറിയേച്ച് നമ്മൾ ഈ ചേർക്കുന്നതൊക്കെ അങ്ങ് വെള്ളത്തിലോട്ട് അങ്ങായി പോവും. അത് വേണ്ട, നല്ല ഹൈ ഫ്ലെയിമേ തന്നെ അതങ്ങോട്ട് ചെയ്തേക്കും. ഇനി നെക്സ്റ്റ് കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാ, അതുകൊണ്ട് ഒരു 2 ടീസ്പൂൺ ഇട്ടു. മുളക് പൊടി നല്ലതായിട്ട് ചേർത്തു. ഇനി നെക്സ്റ്റ് മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ മതിയാവും. ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും നമുക്ക് ചേർക്കണ്ട എന്ന് തോന്നുവാന്നുവെങ്കിൽ തനി മല്ലിയും തനി മുളകും ചേർത്തേച്ചാൽ മതി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ പറഞ്ഞ കൂട്ട് പച്ചമുളക് ചേർത്തായിരുന്നു,
മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി റെഡ് ചില്ലി ഫ്ലേക്സ് ചേർക്കാൻ പോവാ. ഇതിന് ഇച്ചിരി എരിവുള്ള കൂട്ടത്തില്ല. അഥവാ പോരാന്ന് തോന്നുവാന്നേൽ പിന്നെ ചേർത്തേച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ 1 ടീസ്പൂണേ ഇടുന്നുള്ളേ. എനിക്ക് പേടിയാ, എന്നാന്നോ പിള്ളേരും കൂടെ കഴിക്കാനുള്ളതല്ലേ. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമേലായതുകൊണ്ട് കണ്ടോ നമ്മുടെ ആ ചിക്കനേന്ന് ഒരു തുള്ളി വെള്ളം ഇറങ്ങിയിട്ടില്ലേ, അത് ആ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുക. ഇനി നെക്സ്റ്റ് ചേർക്കാനുള്ളത് ഒരു ഇച്ചിരി, അതായത് ഓൾമോസ്റ്റ് ഫുൾ ഒരു നിറച്ച് 1 ടീസ്പൂൺ ഗരം മസാലയാണ് നമ്മളിതിന് മൊത്തം ചേർക്കാനുള്ളത്. അതുകൊണ്ട് ഇപ്പം ഞാൻ എന്നാ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണേ ചേർക്കത്തുള്ളൂ. പിന്നെ നമ്മൾ വാങ്ങാൻ നേരം ഉണ്ടല്ലോ, ഒന്ന് തിളയ്ക്കാനായിട്ടൊക്കെ വിടുകയല്ലേ, ആ നേരത്തേന് ഒരു ഇച്ചിരിയും കൂടി ചേർത്താൽ അതിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. ഒരു അര ചേർക്കുവാന്നേ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോളം തേങ്ങ തിരുമിയത്. ഇതൊരു ഇച്ചിരി മുഴുത്തതാണ്, അതുകൊണ്ട് ഞാനൊരു ഇത്ര എടുത്തോളാം. എന്നെന്ന് വെച്ചറിയോ, ഈ തേങ്ങ തിരുമിയത് ഒരുപാട് കാണുന്ന എനിക്ക് ഇച്ചിരിയായിട്ട് തിരുമാൻ നേരം കിട്ടാഞ്ഞിട്ടാ ഇത്. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി എടുത്തത്. ഇതൊരു ഇച്ചിരി മുഴുത്തതാണ്. നമ്മൾ തിരുമ്പത്തേന് ഇച്ചിരി സമാധാനത്തിൽ തിരുമിയാൽ അത് പൊടിയായിട്ട് കിട്ടും. അങ്ങനെയുള്ളതാന്നേൽ 2 ടേബിൾ സ്പൂൺ. ഇത് എല്ലാം ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഓരോന്നായിട്ട് ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേനുണ്ടായ വ്യത്യാസം എന്നാന്നോ, ഓരോ പൊടിയും നല്ലതായിട്ട് അങ്ങ് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പ്രത്യേകിച്ച് അതിനെ ഒരു മൂപ്പിക്കാനോ ഒന്നും പിടിക്കാനോ നിൽക്കണ്ട. തേങ്ങ വരെ ഒരു ചെറിയ മൂപ്പ് മതി. അത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചേർക്കുന്നത് തേങ്ങാപ്പാലാന്നു. തേങ്ങാപ്പാലിനകത്ത് കിടന്നേച്ചാൽ നമ്മുടെ ചിക്കൻ വേവാൻ പോകുന്നത്. അപ്പോൾ എന്നാ ചെയ്യണമെന്നറിയാമോ, തേങ്ങാപ്പാൽ മുഴുവൻ ചേർക്കരുത്, ഏകദേശം ചേർക്കാവുള്ളൂ. എന്നേച്ച് ചിക്കൻ എല്ലാം വെന്ത വെള്ളം അങ്ങോട്ട് പറ്റിയേലേ, പറ്റി കഴിയുമ്പോഴത്തേനും ബാക്കി തേങ്ങാപ്പാലും കൂടെ ചേർത്താൽ ഒരു ഇച്ചിരി ഗ്രേവിയും കാണും. ഒരു ഇച്ചിരി എന്നാ പറയുക, ഈ കുഴഞ്ഞൊരു ഗ്രേവിയില്ലേ, അതാ ടേസ്റ്റ് കേട്ടോ. അന്നേരം അങ്ങനെ ചേർക്കാവുള്ളേ. ഇത്രയും തേങ്ങാപ്പാലയിൽ നമ്മുടെ ചിക്കൻ ഒന്ന് വേവണം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു നുള്ളു പുളി ചേർത്താൽ മതിയേ. വേണ്ട, ഇത്ര എടുത്തിട്ടുള്ളൂ, അത് മതി. ബാക്കി നമുക്ക് വിനാഗിരി ചേർത്താച്ചാൽ മതി. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ വിനീഗറും കൂടെ, ഒന്നല്ല ഒരു 1.5 ടീസ്പൂൺ മതിയാവും. എന്നേച്ച് ഇത് ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി ഇത് ഡാർക്ക് ബ്രൗൺ ഒന്നും ആവുകയില്ല, ഒരു ഓറഞ്ച് ഷെയ്ഡേ ആവത്തുള്ളൂ. അന്നേച്ച് ഇനിയാണ് നമ്മുടെ സ്വാദ് കൂട്ടാൻ പോകുന്നത്. ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു ഇത്രയും നേരമേ. നേരെ ഒരു ഇച്ചിരി ഉപ്പ്, ഇത്രയും കറിക്ക് വേണ്ടി ഉപ്പ് കുറച്ച് മതി. കൂടിപ്പോയാൽ വലിയ പ്രയാസം. പിന്നെ ഇനി ചിക്കൻ ഇവിടെ ഇരുന്ന് വേവട്ടെ. ഇതിന് കറിവേപ്പില ഇടുവേല, പക്ഷേ ചിക്കൻ ആയതുകൊണ്ട് എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ സൈഡിൽ വെച്ചേക്കും കേട്ടോ. ചിലപ്പോൾ ഇട്ടെന്നിരിക്കും. പക്ഷേ എന്നോട് വഴക്കുണ്ടാക്കരുത്, സിലോൺ ചിക്കനകത്ത് കറിവേപ്പിലൊന്നുമില്ല ഒറ്റ എന്ന് പറയരുത്. ചിലപ്പോൾ ഒരാഗ്രഹത്തിന് ഇട്ടെന്നിരിക്കും, വിഷമിക്കരുത്. ഇനി ഈ ചിക്കൻ ഇവിടെ നിന്ന് വേവട്ടെ. നെക്സ്റ്റ് നമുക്ക് എന്നാ ചെയ്യേണ്ടത്, ഓട്ട് മീൽ ബാർ ഉണ്ടാക്കണ്ടേ. ഞാൻ പറഞ്ഞില്ലേ പല ഫ്ലേവേഴ്സ് ഞാൻ കഴിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഇസ് മെറി ബോയുടെ റാസ്ബെറി. അത് ഭയങ്കര നല്ല കോമ്പിനേഷനാണ്. വർത്താനം പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ ശരിയാവില്ല, ചെയ്ത് കാണിച്ചാലേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ ഇനി അടുത്ത് അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കട്ടെ. ഇപ്പം ഞാൻ ഈ സാധനങ്ങൾ നമ്മുടെ നെക്സ്റ്റ് ഓട്ട് മീൽ ബാറിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ്റെ തേങ്ങാപ്പാൽ മുഴുവൻ പറ്റിയായിരുന്നേ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഒത്തിരി നേരം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണുകയില്ല ഇതിനകത്ത്. അതുകൊണ്ട് ബാക്കി തേങ്ങാപ്പാൽ ഒഴിക്കാം എന്ന് പറഞ്ഞത് വേണ്ട, ഇപ്പം അങ്ങ് ഒഴിച്ചു. ഗരം മസാല ഞാൻ പിന്നെ ഇടാം എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ നോക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ, ഞാൻ ചേർത്ത 1/2 ടീസ്പൂൺ എനിക്ക് ഇത്രയും ചിക്കന് ധാരാളം മതി. ഇനി എനിക്ക് വേണ്ട. പിന്നെ അഥവാ നമുക്ക് ഒരു ഇച്ചിരി തോന്നുവാന്നേൽ ഈ സമയത്തിട്ട് ഈ തേങ്ങാപ്പാൽ നല്ലതായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്താൽ മതി. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഇപ്പം വേണ്ട, ഞാൻ ഓഫ് ചെയ്തു. എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞു വന്നേ. ഇനി ഇതിനകത്തോട് മല്ലിയില വേണമെങ്കിൽ നിറച്ചിടാം, ഒരു കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ഞാനിപ്പം മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഒരു 2 കറിവേപ്പില മാത്രം.
ആ ചൂടോടെ ഇതങ്ങ് അടച്ചു വെച്ചേച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ സിലോൺ ചിക്കൻ എന്ന് പറയുന്നത്. വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ എന്നാലും ആ എന്നാ പറയുക പൊടിയൊക്കെ ഒന്ന് മൂക്കാനായിട്ടുള്ള മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ ഓട്ട്മീൽ ബാസ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഓട്സ് നമ്മുടെ വീട്ടിൽ ഒട്ടുമിക്ക വീട്ടുകളിലും കാണാനുള്ളതാണ്. അതുകൊണ്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഓട്സ്, അതായത് നമുക്ക് എത്ര ഉണ്ടാക്കണോ അത് കണക്കാക്കി എടുക്കുക. പിന്നെ വേണ്ടിയത് കുറച്ച് ബദാം, ഇച്ചിരി തിരുമിയ തേങ്ങായ, പിന്നെ ഒരു ഇച്ചിരി റൈസിൻസ്, അതായത് നമ്മുടെ മുന്തിരിങ്ങ, കറുപ്പാന്നേൽ അതായാലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു നുള്ളു ഉപ്പ് മതി, ഒത്തിരി വേണ്ട. പിന്നെ വേണ്ടിയത് കുറച്ച് തേന് അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പ് എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരിക്കുമല്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളത് തേന, അത് മതി. പിന്നെ വേണ്ടത് കുറച്ച് പീനട്ട് ബട്ടർ, കുറച്ച് ബട്ടർ വേണം, ഇച്ചിരി വാനില എസൻസ്, കുറച്ച് ഫ്രഷ് ക്രീം, പിന്നെ കുറച്ച് കൊക്കോ പൗഡർ ഇല്ലേലും നമ്മുടെ വീട്ടിൽ മുട്ടായി ഉണ്ടെങ്കിൽ അത് പിള്ളേർ കാണാതെ അടിച്ചു മാറ്റിയാൽ മതി, അതായാലും മതി. പിന്നെ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ബേക്കിംഗ് ഒന്നുമില്ല, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ വേണമെന്നേ ഉള്ളൂ. പിന്നെ അന്നേൽ ഈ പറഞ്ഞ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതിന് പകരം എത്ര ഫ്രൂട്ട്സ് വേണമെങ്കിലും, പിസ്റ്റാച്ചിയോ ഉണ്ടെങ്കിൽ അതിടാം. നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് നമ്മുടെ കയ്യിലുണ്ടോ, വാൾനട്ട്സ് ഉണ്ടെങ്കിൽ അതിടാം. ഇന്നതേ ഇടാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ഡേറ്റ്സ് വേണമെങ്കിൽ അതിടാം. പക്ഷേ ഡേറ്റ്സ് ഒരുപാട് ഇടുമ്പോഴത്തേക്ക് അത് കുറച്ച് വാട്ടറി ആയിരിക്കും. അതുകൊണ്ട് ഇച്ചിരി ഇട്ടാച്ചാൽ മതി. ഒരുപാട് നട്ട്സ് ഇടുന്ന പോലെ ഇടല്ല. ഡേറ്റ്സ് ഇടുന്നത് കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്തിട്ടേച്ചാൽ മതി. പിന്നെ ഇന്നതെന്നൊന്നുമില്ല, നമ്മൾ എന്നാ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്ന് തോന്നിയാലും ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇടാവുന്നതാണ്. പിന്നെ വേണ്ടിയത് ഇതേപോലത്തെ ഒരു പാത്രം വേണം. എന്നത്തിനെന്നറിയാവോ, നമ്മൾ ഇത് കേക്ക് പരുവത്തിനാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ റൗണ്ടോ സ്ക്വയറോ ഏതാന്ന് വെച്ചാൽ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഫസ്റ്റ് അതിൻ്റെ ആ പാത്രം മുഴുവൻ ഫസ്റ്റ് ബട്ടർ വെച്ചൊന്ന് തേച്ച് സെക്കൻഡ് ഇതേമാതിരത്തെ ഒരു ബട്ടർ പേപ്പർ എടുക്കുക. അന്നേച്ച് അതിൻ്റെ മേളിൽ വെക്കണം, ആ ബട്ടറിൻ്റെ മേളിൽ വെക്കണം. അതായത് നമ്മുടെ ടിന്ന് മുഴുവനും ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്തേക്കുക. അതിൻ്റെ മേളിൽ ബട്ടർ പേപ്പർ വയ്ക്കുക. എന്നിട്ട് നല്ലതായിട്ട് അങ്ങ് സീൽ ചെയ്യണം. സീൽ ചെയ്തതിന് ശേഷം ആ ബട്ടർ പേപ്പറിൻ്റെ മേളിൽ ഇച്ചിരി ബട്ടറും കൂടെ ഒന്ന് തടവണം. അതായത് ഈ മൂന്നും എന്നത്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ബാർ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിങ്ങനെ വലിച്ചെടുക്കുമ്പം എളുപ്പത്തിൽ എടുത്തു വരാനാണ് നമ്മൾ ട്രേയുടെ അകത്ത് ചെയ്തേക്കുന്നത്, ഗ്രീസ് ചെയ്ത്. പിന്നെ ഈ ബാർ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒന്ന് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ബട്ടർ പേപ്പറിൻ്റെ മേളിൽ ഇച്ചിരി ബട്ടർ തൂത്തേക്കുന്നത്. ഇപ്പോൾ കാര്യമെല്ലാം മനസ്സിലായില്ലേ? ഇനി ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മിക്സി എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് പ്രോസസ്സർ. അത് മിക്കവാറും എല്ലാ വീട്ടിലും കാണുകയില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ഉള്ളത് ഒരു മിക്സിയാണ്. അതാ നല്ലേ, എളുപ്പമാണേ. അത് മിക്സിക്കകത്ത് ഒട്ടും വെള്ളം പാടില്ല, നല്ല ഡ്രൈ ആക്കി അങ്ങ് എടുത്തേച്ചും ഇതിനകത്തോട്ട് ഒരിച്ചിരി ഓട്സ്, പിന്നെ ഈ എന്നാ പറയുക ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇടാമേ. ആൽമണ്ട്സ്, പിന്നെ കുറച്ച് തേങ്ങായ, മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, പിന്നെ ഒരു നുള്ള് ഉപ്പിട്ടേച്ചാൽ മതി, ഒരു നുള്ളു. ഈ പറഞ്ഞ കൂട്ട് ബട്ടറിനെല്ലാം ഉപ്പുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് ഒരുപാട് ഇടണ്ട. ഒരു നുള്ളിട്ടേച്ച് ഇതെല്ലാം ഒന്ന് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് പൊടിയല്ല, എന്നാൽ പൊടിയുന്ന പോലെ, തീരെ പൗഡർ പോലെയല്ല കേട്ടോ. ഇച്ചിരി നട്ട്സൊക്കെ ഒന്ന് പിള്ളേർക്ക് കടിക്കാൻ കിട്ടുവാന്നേലും നല്ലതാ. അതുകൊണ്ട് ഇനി ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്നാന്ന് വെച്ചാൽ ഇത് നമ്മളിപ്പോൾ ഡ്രൈ ആണ്, നമ്മൾ ഈ പൊടിച്ചെടുത്തേക്കുന്ന കംപ്ലീറ്റ് ഡ്രൈ ആണ്. അതിനെ ഇച്ചിരി വെറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ എടുക്കുക. അതായത് ഒരു ഇച്ചിരി പോകുന്ന പാൻ മതി, ഏതെങ്കിലും നമുക്ക് കഴുകാൻ എളുപ്പമുള്ള ഒരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അന്നേരം ഈ പാൻ അങ്ങോട്ട് ചൂടാക്കിയിട്ട്, ചൂടാവേണ്ട അടുപ്പേ വെച്ചോ. എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പീനട്ട് ബട്ടർ ഇല്ലേ, അത് ഇതിനകത്തോട്ട് ഇടണം. പീനട്ട് ബട്ടർ ഇട്ടേച്ച് തീ നല്ലതായിട്ട് കുറച്ചോ.
ഇതിനകത്ത് ഹണി ഒഴിക്കുക. ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിക്കാം. മധുരം നോക്കിയിട്ട് എത്രയാ വേണ്ടിയ വെച്ചാൽ അത്. ഹണി വെച്ച് നോക്കുവാണെങ്കിൽ മേപ്പിൾ സിറപ്പിന് കുറച്ചുകൂടെ മധുരമുണ്ട്. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ബട്ടർ. ബട്ടർ ഇല്ല അതല്ല വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. പക്ഷെ എനിക്ക് ബട്ടറിൻ്റെ ഫ്ലേവർ ആയിരുന്നു ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ബട്ടർ ചേർക്കുക. എന്നിട്ട് ഇതിനെ നല്ലതായിട്ടൊന്ന് ഉരുക്കുക. അതൊന്ന് സ്മൂത്തായി കിട്ടിയേച്ചാൽ മാത്രം മതി, നോട്ട് മോർ ദാൻ ദാറ്റ്. നമ്മൾ ഇതെല്ലാം ഉണ്ടല്ലോ, തേനും പീനട്ട് ബട്ടറും എല്ലാം കൂടെ ഒന്ന് ചേർന്നേച്ചാൽ മതി. ഇപ്പോൾ വേണ്ടേ നോക്കിയേ, ഇത് നല്ലൊരു എന്നാ പറയുക സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റ് ആയിട്ടുണ്ട്. അത്രയും മാത്രം മതിയേ, ഒരുപാട് അങ്ങോട്ട് നമ്മൾ തിളപ്പിച്ച് അങ്ങനത്തെ ബഹളങ്ങളൊന്നുമില്ല. ഇതൊന്നും എല്ലാം ഒന്ന് മിക്സ് ആവാനുള്ള നേരേ ഉള്ളൂ. പിന്നെ ഇതിനകത്തോട്ട് അതിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി എസൻസ്. ഇത് വാനിലയുടെ ആണ്. ഇത് ശരിക്കും ഒരു ഫുഡ് പ്രോസസ്സറിനകത്തോട്ടാണ് നമ്മൾ ഈ പൊടിച്ച ഡ്രൈയും ഈ വെറ്റ് ഇൻഗ്രീഡിയൻറ്റും കൂടെ ഒന്നുകൂടെ ഇട്ടൊന്ന് കറക്കുവാന്നേൽ കറക്റ്റായിട്ട് അത് നല്ലതായിട്ട് മിക്സായി വരും. പക്ഷെ നമ്മുടെ കയ്യിൽ അത് ഇല്ലെങ്കിൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഒരു ബൗളിനകത്തോട്ട് എടുത്ത് ഇതും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് കൈ വെച്ചൊന്ന് മെനക്കിടണം. ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒറ്റടി അടിച്ചേച്ചാലും മതി. ഏതാ നമുക്ക് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ. ചിലപ്പോൾ നിങ്ങൾക്ക് ആ പരുവം മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ ഒരു പുട്ടൊക്കെ നനയ്ക്കുവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തേച്ചാൽ മതി. ഇനി ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് ലെയർ ഇടുക. ഇതിനെ ശരിക്കും ഒരേ ലെവലാക്കണം. അൺഈവൻ ആവാൻ പാടില്ല, ഒരേ ലെയർ. ഏറ്റവും നല്ലത് സ്പൂണാണ്, ലെയറാക്കാൻ ഏറ്റവും നല്ല സ്പൂണാണ്. അല്ലെന്നുണ്ടെങ്കിൽ ആ നമ്മുടെ കൈവാക്കിന് പറ്റുന്ന ചട്ടുകം ഉണ്ടെങ്കിലുണ്ടല്ലോ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് അതിനെ ലെയർ ചെയ്യാൻ ഒക്കുകയില്ല. ഇപ്പം എൻ്റെ കയ്യിൽ തന്നെ ഇതേണ്ട ഈ പീനട്ട് ബട്ടർ നമ്മൾ ചെയ്ത ആ സ്പൂണിൽ തന്നെ ചെയ്യുക. ഫസ്റ്റ് നമ്മളിങ്ങനെ കറക്കിക്കൊണ്ടിരുന്നാൽ മതി, അപ്പോഴത്തേക്ക് അത് ലെയറായി തന്നെ വരും. ഈ ലെയറിൻ്റെ തിക്നെസ് എന്തോരം വേണം എന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കണം. അന്നേച്ച് വേണം ഓട്സ് ചേർക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഒരു ഇച്ചിരി എടുത്ത് അതിൻ്റെ മേലെ തൂത്ത എന്നാത്തിനാണെന്നറിയാമോ? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി അത് ചേർത്ത് വരുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി വിണ്ട് കീറുന്നതായിട്ട് നമുക്ക് തോന്നും. നമ്മൾ ഈ പ്രസ് ചെയ്യും തോറും ഇത് കണ്ടോ ഇങ്ങനെ വിണ്ട് കയറി വരുന്നതായിട്ട് തോന്നും. അതൊന്ന് ഫില്ലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് ഒരു ഇച്ചിരി ചേർത്തേച്ച് ആ വിണ്ട് കയറി വരുന്നതെല്ലാം ഒന്ന് ഫില്ലാക്കി പോയേച്ചാൽ മതി. ഇത് ഓൾമോസ്റ്റ് സെറ്റായി കഴിയും. ഇനി ഇത് നമ്മൾ നെക്സ്റ്റ് അതിൻ്റെ സോസ് ഉണ്ടാക്കുന്നിടം വരെ ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിലിരിക്കട്ടെ. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് അതിൻ്റെ സോസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം. അത് കുറച്ചൊന്ന് ഫ്രീസ് ആകുമ്പോഴത്തേക്ക് അത് നല്ല കട്ടിയാവത്തുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ കട്ടിയാവുകയില്ല. ഇനി നെക്സ്റ്റ് ഒരു പാത്രമായിട്ടൊന്നും എടുക്കാൻ പോകണ്ട. ഇതിനകത്ത് തന്നെ പീനട്ട് ബട്ടർ ഒരു ഇച്ചിരി ഉണ്ട്, ഇതിനകത്തിനാണ് കളയുന്നത് അല്ലേ. അന്നേരം നമ്മൾ എന്നാ ചെയ്യണം, ഇതിനകത്തോട്ട് തന്നെ ഒരു ഇച്ചിരി കൊക്കോ പൗഡർ ഇടുക. അതല്ല പിള്ളേരുടെ നിന്ന് എടുത്ത മുട്ടായി ഉണ്ടെങ്കിൽ അത് ഇട്ടേച്ചാലും മതി. എന്നിട്ട് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഫ്രഷ് ക്രീം നമ്മുടെ വീട്ടിലില്ലേല ഇച്ചിരി കണ്ടൻസ് മിൽക്ക് ഒഴിച്ചേച്ചാലും മതി. എന്നിട്ട് ഇതേപോലെ സെയിം പ്രൊസീജിയർ നമ്മൾ പീനട്ട് ബട്ടറിന് ചെയ്ത പോലെ തന്നെ ഒന്നൊരു ഇച്ചിരി ഒന്ന് അത് ഉരുകി എല്ലാം ആ ചോക്ലേറ്റ് ഒന്ന് നല്ലതായിട്ട് വരണം.
ചോക്ലേറ്റ് ഒന്ന് ലൂസ് ആവുക എന്നുള്ളതാണ് നമ്മുടെ ആ ക്രീം ചേർക്കുന്നതിന്. അതനുസരിച്ച് ഫുള്ളൊന്നും ചേർത്തേക്കല്ല. പീനട്ട് ബട്ടർ ഇടുന്നോണ്ട് നമ്മൾ ആ ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് പീനട്ട് ഇട്ടു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. എന്നാ ഡ്രൈ ഫ്രൂട്ട്സ് വേണേലും ഇടാവേ. ആ നമ്മുടെ ഫുൾ ബാറിലേക്ക് ഒന്ന് സ്പ്രെഡ് ആവാനുള്ള ലൂസ് മാത്രം മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് അത് എത്രയായാലും ഫ്രീസായി കാണുകയില്ല. ഞാൻ ഈ പറഞ്ഞ കൂട്ട് ക്ഷമ അധികം ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്നാ ചെയ്യുന്നറിയോ, ഒന്നിച്ച് ഫ്രീസ് ആവട്ടെ എന്ന് പലതവണ വിചാരിച്ചിട്ടുണ്ട്. ഇത് പക്ഷെ മിക്സ് ഒന്നും ആവത്തില്ല നമ്മൾ അങ്ങനെ ചെയ്താൽ തന്നെ. ഇതാണെങ്കിൽ ആദ്യമേ ഫ്രീസ് ആയാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ഇപ്പോൾ ഒരു ഇച്ചിരി തണുപ്പ് ഇതിനകത്ത് വന്നിട്ടുള്ളൂ, ഒത്തിരി തണുപ്പൊന്നും വന്നിട്ടില്ല. പക്ഷെ എന്നാലും ഇത് മിക്സ് ആവും എന്ന് വിചാരിക്കേണ്ട. അതിൻ്റെ മേളിലോട്ട് ഇത് ലെയർ ചെയ്തു. എന്നാലും കിട്ടിയ സമയം കളയണ്ടല്ലോ, അത്രയും തണുത്തോട്ടെ എന്ന് പറഞ്ഞിട്ടോ ഫ്രിഡ്ജിൽ വെച്ചേ. ഇതിനെ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാം. പക്ഷേ ഞാൻ ഇനിയും ബട്ടർ തൂത്താലുണ്ടല്ലോ, ആ ബട്ടറിൻ്റെ ഒരു ഫ്ലേവർ ഒത്തിരി മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് ഞാൻ അധികം തേക്കുന്നില്ല. പക്ഷെ എന്നാലും അത് കാണാൻ ഒരു വൃത്തിയായാലും വേണ്ടേ. അന്നേരം പിന്നെ നമ്മളൊരു ഇച്ചിരി വൃത്തിയാക്കി വെച്ചില്ലേലുണ്ടല്ലോ, അങ്ങനെ തന്നെ അങ്ങ് സെറ്റാവും. ബട്ട് സ്റ്റിൽ എമംഗ് ദ ബെസ്റ്റ് അത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന് ശരിക്കും അതിൻ്റേതായ ഒരു നൈഫുണ്ട്. അന്നേരം അത് വെച്ചാന്നു നമ്മൾ ഏറ്റവും കൂടുതൽ നീറ്റാക്കുന്നത്. കണ്ടോ, ബട്ടർ ഇടുന്ന സ്ഥലത്തൊക്കെ നല്ലതായിട്ട് ആവുന്നുണ്ട്. പക്ഷെ ഒത്തിരി ബട്ടർ നമുക്ക് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഒരു കുറയ്ക്കുന്ന കാര്യം. ഇതിനകത്ത് മൊത്തം പീനട്ട് ബട്ടേഴ്സ് ഉണ്ട്. ഒത്തിരി ഇച്ചിരി ഒരു നല്ലൊരു ഹെവി സാധനം അല്ലേ. അന്നേരം ഒത്തിരി വേണ്ട, ഇച്ചിരി മതി. ഓക്കെ, ഇനി ഇതിനെ മൊത്തം ഒന്ന് ഒരു മിനിമം ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 അവർ എത്ര ഫ്രീസ് ചെയ്യാനുള്ള സമയം കിട്ടുമോ അത്രയും ഇടുന്നത് ഏറ്റവും നല്ല. അപ്പോൾ അത്രയും കട്ടിയായിട്ടുള്ള ഒരു ബാറാണ് കിട്ടുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോവേ. ഇതിൻ്റെ കൂടെ ഞാൻ ഉള്ള കാര്യം പറയാം, എല്ലാ ഫ്ലേവേഴ്സും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ മെറിബോയുടെ റാസ്ബെറി തന്നെ സെർവ് ചെയ്യണം. നല്ലൊരു സ്ക്വയർ പീസായിട്ട് മുറിച്ച് അതിനകത്ത് ഒരു സ്കൂപ്പ് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ടേസ്റ്റ് ഗുഡ്. പക്ഷേ ഇന്ന് നമ്മൾ ഇത്രയും എല്ലാം ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഗസ്റ്റിൻ്റെ കാര്യം ആരും ഇതുവരെ എന്നോട് ചോദിച്ചില്ല, ഞാൻ പറഞ്ഞില്ല. പക്ഷെ ചോദിക്കുന്നത് എങ്ങനെയല്ലേ, പറയേണ്ട ഒരു മര്യാദ എനിക്കില്ലേ. ജോലിയെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാട്ടോ. ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്നത് കൃഷ്ണപ്രഭയാണ്. ഫിലിം ആക്ട്രസ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഷീസ് എ ഡാൻസർ, ഹീറോയിനായിട്ടോട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, പാട്ടുകാരിയാണ്. സോ മെനി ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഒരു സ്പെഷ്യലായിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അടുക്കളയും വൃത്തിയാക്കി ഈ മണം ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അടുക്കള വൃത്തിയാക്കി ഇടാം. അതല്ലേ നല്ലത്. നമ്മുടെ ഈ സിലോൺ ചിക്കന് ഞാൻ ഇന്ന് കരുതിയേക്കുന്ന ചപ്പാത്തിയാന്നു. പിന്നെ അല്ലെങ്കിലും ഈ നേരത്തൊക്കെ ഇച്ചിരി ഹെവി ആയിട്ട് കഴിക്കുന്നതിലും ഭേദം ചപ്പാത്തിയാന്നല്ലേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മുടെ മലയാളികൾ എന്ന് പറയുമ്പം നമുക്ക് ചപ്പാത്തിയും വേണം, ചിക്കനും വേണം, എന്നാൽ ഡെസേർട്ടും വേണം. എന്നാൽ ഏതെങ്കിലും ഒന്നിൽ ഉറപ്പിക്കാൻ പറഞ്ഞാൽ ഓക്കെ അല്ല. നമുക്കിത് മാത്രം മതി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ നോട്ടം മുഴുവൻ ആ ഡെസേർട്ടിലായിരിക്കും. പ്രത്യേകിച്ച് എൻ്റെ കാര്യം പറയുവാന്നേൽ അത് തന്നെയാണ് കേട്ടോ. എനിക്ക് ഡെസേർട്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹലോ ഹലോ, വെൽക്കം 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 വെൽക്കം. How are you? Good, good, good. How are you? Yeah, I'm fine. Thank you, fine, thank you. പെട്ടെന്നല്ലേ ആവേശം മൂത്തിട്ടൊക്കെ അന്നേരം ഉത്തരം പറയാൻ പോലും മറന്നുപോയി. പക്ഷേ ഞാൻ കൃഷ്ണനെ കൂടുതൽ ആരെയും പരിചയപ്പെടുത്തണ്ട. ബിക്കോസ് എല്ലാവർക്കും കൃഷ്ണനെ ഭയങ്കര ഫെമിലിയർ ആന്നു. വെച്ചാൽ എല്ലാ നടിയാന്നു, ഡാൻസർ ആന്നു, എന്നൊക്കെ അല്ലേ. ഇങ്ങനെ PhD എടുക്കുന്ന പോലെ അത്യാവശ്യം പാട്ടും പാടുമെന്ന് തോന്നുന്നു. കുറച്ചോ നമുക്കത് പോരെ. പിന്നെ ഞാൻ കൃഷ്ണനെ പറ്റി ബേസിക്കലി നമുക്ക് അറിയാം. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ ഒരു അറിവ് ഞാൻ പറയട്ടെ. കൃഷ്ണ ഭയങ്കര ബോൾഡാണ്. ബിക്കോസ് ഞാൻ പൊതുവേ ഇപ്പം ഞാനൊരു വിമൻ ആണ്. അപ്പം അതുകൊണ്ട് ഞാൻ ബേസിക്കലി ഒരു എന്നതേലും ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്നൊന്ന് ഹെസിറ്റേറ്റ് ചെയ്യും. വേണോ വേണ്ടേ, കുഴപ്പമാവോ ഇല്ലേ എന്നൊക്കെ നമ്മളൊന്ന് 2 പ്രാവശ്യം തിങ്ക് ചെയ്യും. അന്നേച്ചാൽ ഞാൻ എന്നതിനേലും ഒക്കെ ഒരു ഉത്തരം പറയത്തുള്ളൂ. പക്ഷെ കൃഷ്ണ പലപ്പോഴും പല കാര്യങ്ങൾക്കും അങ്ങ് ഓപ്പണായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ആന്നേലും ഓപ്പണായിട്ടും ബോൾഡായിട്ടും ഫോഴ്സായിട്ട് തിങ്ക് ചെയ്യാറേ ഇല്ല. ഉള്ളതങ്ങ് ഉള്ളതുപോലെ അങ്ങ് പറയുക. അത് എടോ ഇപ്പൊ ഞാൻ പറയുന്ന പോലെ തന്നെ അതിന്റെ ഒരു പ്ലസ് മൈനസ് ഒന്നും ചിന്തിക്കുകയല്ല, അതങ്ങ് ചുമ്മാ അങ്ങ് പറയുവോ? അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചുകൂടെ മെച്ചോടെ.
ഇതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ മുന്നും പിന്നും ആലോചിക്കാതെ പെട്ടെന്ന് ഉള്ള അഭിപ്രായങ്ങൾ അത് ഞാൻ ഇപ്പോഴും പറയും കേട്ടോ. അഭിപ്രായം നല്ലതാണെങ്കിൽ നല്ലതാന്ന് പറയും, ചീത്തയാണെങ്കിൽ ചീത്തയാന്ന് പറയും. അതിപ്പോഴും ഉണ്ട്, അത് ബ്ലഡിലേ ഉള്ളതാന്ന് തോന്നുന്നു. മുന്നും പിന്നും ആലോചിക്കാതെ ഉള്ള വർത്തമാനങ്ങൾ ഇതിനു മുമ്പ് കുറെ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷെ ഇപ്പൊ കുറച്ചു. അപ്പൊ ശരിക്കും ആദ്യമൊക്കെ അങ്ങ് പെട്ടെന്ന് അങ്ങ് റിയാക്ട് ചെയ്യുമെന്ന് പറയുന്നു. അപ്പൊ ശരിക്കും ആസ് ഒരു പെങ്കൊച്ചായതുകൊണ്ട് അമ്മയൊക്കെ അങ്ങനെയാണോ വളർത്തിയേ? അത് അമ്മ അങ്ങനെയാണോ നിനക്ക് പറയാനുള്ളത് പറഞ്ഞേക്കണം എന്ന് അത്രയും ബോൾഡായിട്ടാണോ അമ്മ വളർത്തിയത്? എന്ന് വെച്ചാൽ അമ്മയാണ് എപ്പോഴും ഭയങ്കര സപ്പോർട്ടായിട്ട് നമ്മുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ, അതായത് ഞാനും എൻ്റെ ഒരു ബ്രദറും ആണ് ഉള്ളത്. ഞാൻ 8th പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു. അപ്പൊ പിന്നെ അമ്മ തന്നെയാണ്, അമ്മ മാത്രമാണ് നമ്മുടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ പിന്നെ അമ്മ ഒരു കാര്യത്തിന് നമ്മൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് വന്നിട്ടില്ല. പക്ഷേ ബീങ് ആൻ ആക്ട്രസ് അല്ലെങ്കിൽ ബീങ് എ സെലിബ്രിറ്റി നമുക്കൊരു കുറെ ഈ പറഞ്ഞ പോലെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് ഒത്തിരി പേര് പുറകിന്ന് വലിക്കും, അയ്യോ അത് ചെയ്യല്ല ഇത് ചെയ്യലെന്ന്. അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ പറയുന്നതിലും പേടിയില്ല? അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്താ ഒരു തൊന്ന കാര്യം കറക്റ്റ് ആയിട്ട് പറയും. അതിലങ്ങനെ പറയാൻ വലിയ പേടിയില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ ബീങ് എ സെലിബ്രിറ്റി? ഇപ്പം നമ്മുടെ കൂടുതലും എനിക്ക് തോന്നുന്നു ചേച്ചി ഇപ്പം എൻ്റെ അടുത്ത് ഇത് ചോദിക്കാനുള്ള കാര്യം പോലും ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് എൻ്റെ പേജിലും ഒക്കെ ഞാൻ എഴുതിയിടുന്ന പല കാര്യങ്ങളും അതൊക്കെ അതിനെപ്പറ്റി ആയിരിക്കും അല്ലേ? അതെ, അതൊക്കെ കറക്റ്റ് ആണെന്ന് തോന്നിയിട്ട് തന്നെയാണ് എനിക്ക് എഴുതിയിട്ടുള്ളത്. ഒരുപാട് പേര് പറയും അത് ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് ബാധിച്ചാലോ എന്നുള്ള. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നെഗറ്റീവായിട്ട് എന്നെ ബാധിക്കില്ല എന്ന് എനിക്കെന്തോ ഒരു കോൺഫിഡൻസ്. ആ ഒരു കോൺഫിഡൻസ്, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ആ കോൺഫിഡൻസ് വന്നത് എങ്ങനെ? ഇനി എന്റെ പ്രേക്ഷകർക്ക് ആ കോൺഫിഡൻസ് അങ്ങോട്ടും കൂടെ ഒന്ന് പാർന്നു കൊടുക്കണം. അച്ഛാ അവർക്കായാലും ഒരു അപ്പൊ അപ്പായും അമ്മയും ഒക്കെ അവിടെ തന്നെ? അമ്മ, ചേട്ടൻ, അച്ഛൻ മരിച്ചു. അച്ഛൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ 8th പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചതാ. പിന്നെ അമ്മ, ചേട്ടൻ, ഞങ്ങൾ 3 പേരായിട്ട് പനമ്പള്ളി നഗറിലാണ് താമസിക്കുന്നത്. ഓക്കെ. അമ്മയുടെ വീട് എവിടെയാ? അമ്മയുടെ വീട് തൊടുപുഴ. പപ്പായോ? അച്ഛന്റെ വീട് പാലായില. അങ്ങനെയാണ് എനിക്ക് ആനശേഷിയുടെ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയൊരു ഇഷ്ടം ഏതാ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സംസാരം നമ്മുടെ തന്നെ ഒരു എന്താ പറയുക നമ്മുടെ നാടിനോടുള്ള ഒരു പ്രത്യേക ഒരു ഇഷ്ടം. അതുകൊണ്ട് കേട്ടോ, ഇല്ല ഞാൻ ഒരിക്കലും പറയില്ല. എന്റെ നാടെന്നല്ല, എന്റെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാൽ എനിക്ക് ഒരു ഇച്ചിരി സ്നേഹവും കൂടുതൽ. എല്ലാവർക്കും ഉള്ളതല്ലേ, എനിക്കൊക്കെ ഉണ്ട് കേട്ടോ അത്. പിന്നെ തന്നെയല്ല പാലായ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അച്ഛൻ പാലായിലെ പ്രവർത്തനത്താ അന്തിനാട്. അപ്പൊ പാലായിലുള്ളവരാ കോട്ടയത്തുള്ളവരാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ചിലപ്പോൾ ആരും അല്ലായിരിക്കും എന്നാലും ഒരു ഭയങ്കര നമ്മുടെ ആരും ആന്നൊക്കെയാണ് അല്ലെ. അപ്പോഴാന്നേലും ഉള്ള കാര്യം പറയാമല്ലോ, നമുക്ക് അന്നേലും കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ നോക്കൂ. ഞാനിപ്പോ ചോദിക്കാൻ വന്നത് ശരിക്കും എന്നാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് ഇതിന് ഇപ്പോഴാണോ നമ്മുടെ ഈ ഒരുപാട് കോൺട്രവേഴ്സീസ് ഇപ്പോഴാണ് കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ ഒത്തിരി അറിയുന്നത്. പക്ഷെ ഇതൊക്കെ പണ്ടും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ മെറൈൻ ഡ്രൈവില് എറണാകുളം കാര്യല്ലേ, അപ്പൊ നമ്മൾ ഈ ഇടയായിട്ടും കുറച്ച് മുന്നായിട്ടും ഈ മെറൈൻ ഡ്രൈവിലെ ഇഷ്യൂസസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അത് ഇന്നല്ല, ഇതിന് മുന്നേ ഇതിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഇതിനെ കൂടുതൽ പോയിന്റ് ഔട്ട് ചെയ്ത് മുന്നോട്ട് കാണിക്കുന്നത്. അപ്പൊ അതിനെ പറ്റി കൃഷ്ണ ശരിക്കും പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പേജിലും പറഞ്ഞിരുന്നു, ഇതുപോലെ ഒരു ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഇതിനു മുമ്പ് ഇപ്പൊ മറൈൻ ഡ്രൈവിൽ ഇപ്പൊ ഈ സദാചാര പോലീസിന്റെ ഇത് വന്നെങ്കിലും അതിന് മുമ്പ് വന്നത് ചുംബന സമരത്തിന്റെ ഇതായിരുന്നു. എന്നോട് ഇങ്ങനെ 1-2 പേര് ഇങ്ങനെ പല ഇന്റർവ്യൂസിലായിട്ട് ചോദിച്ചപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പല എൻ്റെ ഇന്റർവ്യൂസിലാണെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു ആവശ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ എൻ്റെ ഷോസും ഒക്കെ ആയിട്ട് ഞാൻ ഒരുപാട് പുറത്തൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാനുള്ളൊരു ഭാഗ്യം നമുക്കുണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ പോയപ്പോൾ കണ്ടിട്ടുള്ളത് മെയിനായിട്ട് ഇപ്പോൾ ഒരു 5 കിലോമീറ്റർ അല്ലെങ്കിൽ ഇപ്പം അവിടെയൊക്കെ മൈൽസ് ആണല്ലോ, 5 മൈൽസ് 10 മൈൽസ് ഒക്കെ കൂടുമ്പോൾ ഓരോ റെസ്റ്റ് ഏരിയാസ് ഉണ്ട്. ഇവിടെ ഒന്നും അങ്ങനെയുള്ളൊരു സാധനമല്ല. മനുഷ്യന് ആവശ്യമുള്ള സാധനങ്ങളൊന്നും അതിന് വേണ്ടിയിട്ട് ഇവിടെ ഉള്ളവരൊന്നും ഒന്നും പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ എന്നോട് ഇങ്ങനെ ആരോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ചുംബന സമരത്തിനും ഇങ്ങനത്തെ പല ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമരം ഉണ്ടാക്കുന്ന നേരത്ത് നമുക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ഈ റെസ്റ്റ് ഏരിയ എന്ന് ഞാൻ ഇപ്പോൾ എടുത്ത് പറയാൻ കാരണം ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്, നമ്മൾ പ്രോഗ്രാംസും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പം ഒന്നും ബാത്റൂമിൽ പോകാൻ പോലും ഇപ്പൊ ചേച്ചി എവിടെ പോവും? നമ്മളിപ്പോ ഓരോരോ സ്റ്റാർ ഹോട്ടൽസ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്.
ഇപ്പം ഞാൻ എന്നിട്ട് ഇപ്പോൾ ഒക്കെ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ചായ കുടിക്കാം എന്ന് പറഞ്ഞിട്ട് അതുപോലെയുള്ള ഹോട്ടൽസ് അത്രയും നല്ല ഹോട്ടൽസിലെ നമുക്ക് നല്ല ബാത്റൂംസും റെസ്റ്റ് ഏരിയാസ് ഒക്കെ നല്ല നീറ്റായിട്ടുള്ളത് ഉണ്ടാവത്തുള്ളൂ. നമ്മൾ കയറി അവിടെ കയറി ഒരു ചായ കുടിക്കും, ബാത്റൂമിൽ പോവും, ഫ്രഷായി തിരിച്ചു വരും. ഇത് എല്ലാവർക്കും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതൊക്കെയാണ് മനുഷ്യൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊക്കെ വേണ്ടി എന്തുകൊണ്ട് ഇവരെവിടെ ആരും സമരം ചെയ്യുന്നില്ല? അതേപോലെ മോള് സ്ത്രീകൾക്ക് വേണ്ടി ഒന്നുകൂടെ തർക്കിച്ചിട്ടുണ്ട്, ശബരിമല പോണ്ടെന്നും പറഞ്ഞിട്ട്. ഞാനങ്ങനെ ഭയങ്കര ആധികാരികമായിട്ട് ചർച്ച ചെയ്ത് അങ്ങനെയൊന്നും അല്ല എടുത്തത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പാലായിലും തൊടുപുഴയിലും ഒക്കെ ഉള്ള സാധാരണ പച്ചയായിട്ടുള്ളൊരു മനുഷ്യരായിരുന്നു. ഇപ്പം എത്രയൊക്കെ ഞാനിപ്പോൾ എറണാകുളത്ത് ജീവിച്ചു, ഇനിയിപ്പോൾ എന്തൊക്കെ ഷോ ഓഫായി അങ്ങനെ എന്തൊക്കെ കാണിച്ചെങ്കിലും നമ്മുടെയൊക്കെ ഉള്ളിൽ എന്തൊക്കെയാണേലും ആ ഒരു പണ്ട് നമ്മൾ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു പൈതൃകം അല്ലേ അങ്ങനെയൊക്കെ പറയാം, അതുണ്ട് നമുക്ക്. ഞാൻ ഇതിലൂടെ തന്നെ ചെയ്തു ഒരു അത്യാവശ്യമല്ലേ ഇപ്പൊ അവിടെ ചെന്ന് അങ്ങനെ വേണമെന്ന് എനിക്ക് അങ്ങനെ തോന്നിയില്ല. അല്ല, എനിക്കും അതിനകത്തൊന്നും പ്രാക്ടിക്കലായിട്ട് തോന്നിയില്ല. അതിന് വേണ്ടിയിട്ട് സമരം ചെയ്ത് പ്രശ്നം ഉണ്ടാക്കി കൊലാഹലം ഉണ്ടാക്കേണ്ട കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ചെയ്യാനുള്ളത്. പിന്നെ ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, പാട്ടുകാരിയാണ് അതെല്ലാം പറഞ്ഞു. എന്ത് ഡാൻസ്? ക്ലാസിക്കലാണ്. ഞാൻ ബേസിക്കലി ഭരതനാട്യം ഡാൻസറാണ്. പിന്നെ ഇപ്പൊ ഷോസിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യും. ശരിക്കും പറഞ്ഞ ഡാൻസിലാണോ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതോ ആക്ടിങ്? എനിക്ക് ആക്ടിങ് ആ ഇഷ്ടം. എല്ലാവരും ഇങ്ങനെ പലരും ചോദിക്കും, ഡാൻസർ ആയതുകൊണ്ട് തന്നെ ഡാൻസ് ബേസ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം, ഡാൻസ് ബേസ് ക്യാരക്ടേഴ്സ് ചെയ്യണം അങ്ങനെയൊക്കെ ആണോ ഇഷ്ടം എന്നൊക്കെ. പക്ഷെ അല്ല, അഭിനയിക്കുന്നത് എനിക്കറിയത്തില്ല ഇതെങ്ങനെ ഈ ഒരു ജ്വരം എന്നിലേക്ക് വന്നതെന്നൊന്നും അറിയത്തില്ല. സ്കൂളിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, നാടകവും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് എങ്ങനെ വന്നേ? സിനിമയിലോ? സിനിമയിൽ വന്നത് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽസ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ സിനിമയിൽ ഇപ്പൊ എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചാൽ TV ആങ്കറിങ് ഉണ്ടായിരുന്നു. സിനിമ പണ്ടേ മുതലേ ഇഷ്ടമായിരുന്നു. സിനിമ എനിക്ക് ഇപ്പോഴും ഒരു അതിശയം. ആങ്കറിങ് കണ്ടേച്ചാന്നോ വിളിച്ചേ? ഞാൻ വേറൊരു ചാനലിൽ ആങ്കറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന പടം മാടമ്പിയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്നെ അതിൻ്റെ കൺട്രോളർ വിളിക്കുക ചെയ്തത്. എന്നിട്ട് അങ്ങനെ അതിൻ്റെ അകത്ത് ക്യാരക്ടർ ചെയ്തു. എങ്ങനെയൊക്കെ വിളി വന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോഴും എനിക്കറിയാൻ പാടില്ല. അപ്പൊ ശരിക്കും ഈ അഭിനയത്തില് ശരിക്കും അങ്ങനെ ഒരു ശ്രദ്ധ പുലർത്താൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, സിനിമയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇങ്ങനെ മാറി മാറി ചെയ്യണം എന്നൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ എൻ്റെ കുറെ നമ്മൾ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇന്ന ക്യാരക്ടർ ചെയ്യണം, ആ ക്യാരക്ടർ ചെയ്യണം ഇങ്ങനെ എന്നൊക്കെ പറയുമല്ലോ. പക്ഷെ അതൊക്കെ ആലോചിക്കുമെങ്കിലും ഇപ്പോഴും എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. മലയാളം മാത്രമാണ് പാസറ്റീസ് ചെയ്തേക്കുന്നത്? മലയാളം ഇല്ല ഇല്ല. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു ഹിന്ദി ആക്ടറായിട്ട് പോയി ഒരു ഫോട്ടോ എടുത്തില്ല. എല്ലാവരും വിചാരിച്ചു ഞാൻ ഹിന്ദി പോയതാന്ന. അല്ല, പുള്ളി കേരളത്തിൽ വന്നതായിരുന്നു. ഫോട്ടോ പോയോ ഫോട്ടോ എടുക്കാം? അന്ന് എന്നാന്നറിയോ, ഞങ്ങളുടെ ഫുക്രിയുടെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു ഫോട്ടോ കൊച്ചിയിൽ, ബിഗ് ബി വീട്ടിൽ. അപ്പോൾ അന്ന് അവിടെ ഈ പടം ഷൂട്ട് ചെയ്യണതിൻ്റെ താഴെയായിട്ട് റോഡിൽ എനിക്ക് തോന്നുന്നു ദി ഷെഫ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വരാൻ പോകുന്ന പടമാണ്. സൽമാൻ ഖാൻ്റെ സൽമാൻ ഖാനല്ല, സെയ്ഫ് അലി ഖാൻ്റെ ഇപ്പം ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് കാണണം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ബ്രേക്ക് ടൈം ആയപ്പോഴത്തേനും ഞാൻ വേഗം ചാടി താഴെ വന്നു. ഭാഗ്യത്തിന് ഈ ഷെഫിൻ്റെ ഡയറക്ടർ മലയാളിയാണ്, രാജ് പ്രഭാവതി മേനോൻ, എയർലിഫ്റ്റിന്റെ ഡയറക്ടറായിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിന് ഭാഗ്യത്തിന് എന്നെ കണ്ടിട്ട് മനസ്സിലായി. കാരണം ഇന്ത്യയിലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പൊ നമ്മളെ അറിയണമെന്നില്ല, നിർബന്ധമൊന്നും ഇല്ലല്ലോ. ചെന്നപ്പോ തന്നെ എന്തുകൊണ്ട് വിശേഷം, സുഖമല്ലേ എന്ന് ചോദിച്ചാൽ എന്താ ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ മേളിൽ ഇങ്ങനെ സിദ്ദിഖ് സാറിന്റെ പടത്തിന്റെ ഫുക്രിയുടെ ഷൂട്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാനിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ സെയ്ഫ് അലി ഖാൻ്റെ കൊടുത്തിട്ട് ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു. സാർ ഓക്കെ, ഷൂട്ട് തീരുമ്പോഴത്തേനും നമുക്ക് ഞാൻ പറഞ്ഞു ശരിയാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് ഫോട്ടോ എടുത്തു. ഞങ്ങളെല്ലാരും വിചാരിച്ചു കൃഷ്ണൻ നേരെ എനിക്ക് ഒരുപാട് കോൾ വന്നു. എല്ലാവരും വിചാരം ഞാൻ ഹിന്ദിയിൽ പോയിരുന്നു. നന്നായിരുന്നു. ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഭയങ്കര ഡാൻസറാണ്, ഭയങ്കര ആക്ട്രസ് ആണ്, ഇതെല്ലാം ഓക്കെ. പക്ഷെ ഈ അടുക്കളയിൽ ഇതൊന്നും ചെയ്യാൻ ഒക്കാത്തോണ്ട് നമുക്കൊരു പാട്ട് പാടാം. ശരി, ഏത് പാട്ട് വേണം? നല്ലൊരു പാട്ടായിക്കോട്ടെ. ഇപ്പൊ പുതിയൊരു പാട്ട് പാടാം. അങ്കമാലി ഡയറീസിലെ ഒരു പാട്ട് പാടട്ടെ. വെട്ടം തന്ന നാട്ടുകാരി നാടൻ പെണ്ണേ, മാവെല്ലാം പൂത്തു കൂട്ടുകാരി കുറുമ്പുകാരി, ഈരാവിനുള്ളിൽ തുറന്നിട്ട വാതിൽ തുറക്കാം, മനസ്സൊന്നു കൈമാറിടാം. വെട്ടം തന്ന നാട്ടുകാരി നാടൻ പെണ്ണേ, മാവെല്ലാം പൂത്തു കൂട്ടുകാരി കുറുമ്പുകാരി,
ഈരാവിനുള്ളിൽ തുറന്നിട്ട വാതിൽ തുറക്കാം, മനസ്സൊന്നു കൈമാറിടാം. ലാവെട്ടം തന്ന നാട്ടുകാരി, നാടൻ പെണ്ണേ. വെരി ഗുഡ്. ഒരു കാര്യം ഞാൻ പറയാം, നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായി പാടുന്നുണ്ട്. ഒന്നെങ്കിൽ ഡാൻസ്, അല്ലെങ്കിൽ പാട്ട്, അല്ലെങ്കിൽ ആക്ട്രസ്, ഏതെങ്കിലും ഒന്നിലും ഉറപ്പാട്ടോ, ഉറപ്പാ. പാട്ട് പഠിച്ചിട്ടുണ്ട്? ഇല്ല, പാട്ട് പഠിച്ചിട്ടില്ല. സൗണ്ട് ഇങ്ങനെ ഉണ്ട്. ഇപ്പൊ സപ്പോസ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്നാ, ഇപ്പൊ ഈ പാട്ട് ചിലപ്പോ ഒന്ന് കേട്ടേച്ച് ഒത്തിരി മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെ വിളിക്കുവാന്നു, ഒരു ഒത്തിരി ബിസി ആയെന്ന് വെച്ചോ, പാട്ട് പാടി അങ്ങ് ബിസി ആയെന്ന് വെച്ചോ, അതിന്റെ ഇടയിൽ ഒരു അഭിനയിക്കാൻ നല്ലൊരു ക്യാരക്ടർ വന്ന, വിച്ച് വൺ യു വിൽ ചൂസ്? അഭിനയിക്കാനുള്ളത് തന്നെ ചൂസ് ചെയ്തോളൂ. കാരണം എന്നാണെന്നറിയോ, എനിക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും അറിയാവുന്നത് അഭിനയിക്കാൻ ചെയ്യുന്നതാ. പിന്നെ ഡാൻസും ആണ്, ഞാൻ പഠിച്ചിട്ടുള്ളത് ഡാൻസും, പിന്നെ എന്തെങ്കിലും ചെയ്യാൻ അറിയാവുന്നത് അഭിനയമാണ്. പാട്ട് എനിക്ക് പഠിച്ചിട്ടേ ഇല്ല. ഞാൻ ഇത്രയും വലിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ പ്രതീക്ഷിക്കുന്ന അത്രയും കിട്ടുന്നില്ല. എന്നാലും നമുക്ക് ഫുഡ് കൊടുത്തിട്ട് നോക്കാം. ശരി, ഫുഡ് കഴിപ്പിച്ചിട്ട് സൈക്കോളജിക്കൽ മൂവാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നു. നമ്മൾ ആ ടൈപ്പ് അല്ല എന്നുള്ള അറിയില്ലേ. അടുക്കള കയറിയിട്ടുണ്ടോ? കുറവാ, കേറും വെള്ളം കുടിക്കാനൊക്കെ. എന്റെ ദൈവമേ, ആ അമ്മേനെ ഒന്ന് ഇങ്ങോട്ടൊന്ന് ഞാൻ കണ്ടിരുന്നെങ്കിൽ. ഞങ്ങളൊക്കെ തട്ടിക്കൂട്ട് ഭക്ഷണത്തിന്റെ ആൾക്കാരാ. ഞാൻ ചേച്ചിയെ കണ്ടപ്പോ തന്നെ ആദ്യമേ പറഞ്ഞില്ല, ഞാൻ ഫുഡിന്റെ കാര്യത്തിൽ പുറകിൽ നിന്ന് എണ്ണുമ്പോ ആദ്യത്തെ ആളായിരിക്കും. ഇഷ്ടമല്ല, കുറവാ കഴിക്കുന്നത്. താൻ നേരത്തെ ഒരു മെലഡി സോങ്ങാ എനിക്ക് പാടി തന്നെ, ഒരു നാടൻ പാട്ടായിക്കൂടെ? നാടൻ പാട്ട് വേണോ? നോക്കറിയാവുന്നവർ മതി. കൊല്ലം കോട്ടു തൂക്കം നേർന്ന് കുഞ്ഞാറ്റൻ കിളി, കൂതാമോ ഈ പാട്ടും മൂളിവായോ ഈ വഴി. കൊല്ലം കോട്ടു തൂക്കം നേർന്ന് കുഞ്ഞാറ്റൻ കിളി, കൂതാമോ ഈ പാട്ടും മൂളിവായോ ഈ വഴി. ആയിരം കാവിലെ ആവാനം പൂവിനെ, ആട്ടിയുറക്കാനു ഞാലും കൊണ്ടുവാ പൈങ്കിളി, കൊണ്ടുവാ പൈങ്കിളി. കൊല്ലം കോട്ടു തൂക്കം നേർന്ന് കുഞ്ഞാറ്റൻ കിളി, കോതാമോ ഈ പാട്ടും മൂളിവായോ ഈ വഴി. വെരി ഗുഡ്, താങ്ക് യു. ഇത്രയും സ്വീറ്റ് ആയിട്ട് ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞു. സോ ഐ ഷുഡ് സെർവ് യു ഡെസേർട്ട് അല്ലേ? ഇത് ഒരു സ്പെഷ്യൽ ഡെസേർട്ട് ആണ്. അത് കോമ്പിനേഷൻ ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല. ഞാൻ ഒരുപാട് ഫ്ലേവേഴ്സ് കഴിച്ചിട്ടുണ്ട്, ഒരുപാട് ഫ്ലേവേഴ്സ് ഓഫ് ഐസ്ക്രീംസ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ മെറി ബോയുടെ റാസ്ബെറിയുടെ ഫ്ലേവർ ഇതിന്റെ കൂടെ കഴിക്കണം. ഇതിന്റെ കൂടെ ഇതൊരു ഓട്ട്മീലിന്റെ വേറൊരു വിഭാഗമാണല്ലേ? ബിക്കോസ് ഇതിനകത്ത് കംപ്ലീറ്റ് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, ഓട്സ് ഉണ്ട്. ഇറ്റ്സ് സംവാട്ട് ഹെൽത്തി. പക്ഷെ ചോക്ലേറ്റ് വരുന്നതിനാന്നറിയാം, ടു അട്രാക്ട് പിള്ളേർക്ക് ചോക്ലേറ്റ്
അടിപൊളി. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം.